നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ്സിലെ ഓരോ പ്രവർത്തനങ്ങളായി പരിചയപ്പെടുകയായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ഡയറിയെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയറി എന്താണെന്ന്. ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പരിചയപ്പെടുന്നതാണ് അല്ലേ? ഡയറിയിൽ എന്തൊക്കെ ഉണ്ടാവണം? അതെ, അന്നത്തെ തീയതി ഉണ്ടാവണം, ആഴ്ച ഉണ്ടാവണം, വേണമെങ്കിൽ വർഷം കൂടി ചേർക്കാം അല്ലേ? ഡയറിയിൽ അന്നന്നത്തെ കാര്യങ്ങൾ നമ്മൾ കുറിച്ചു വയ്ക്കുന്നു. സ്കൂളിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എഴുതി ചേർക്കുന്നു. 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിൽ ഡയറി എഴുതാനുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 1, 2, 3 എന്ന പാഠത്തിൽ ഒരു ആൺകുട്ടിയുടെ ഡയറിയാണ് എഴുതാനുള്ളത്. അതൊന്ന് നോക്കിയാലോ? സഹി വാക്യ ചുനി ഡയറി ലിഖേം. അതിലെ വാചകങ്ങളൊന്ന് നോക്കൂ. ആജ് ജൽ മുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയേ. അടുത്തതോ? ജൽ മുർഗിയ शोर मचा रही थी. അടുത്തത് जल मुर्गियों को भी गिनती आती है. അടുത്തത് बिलौटे से डरकर चूसे घर के अंदर घुस गए. मैंने चूसों को पकड़कर जल मुर्गियों को दे दिया. അവസാനത്തെ വാചകം ജൽ മുർഗിയ നദി की तरफ दौड़ गई. ഇതിനെ ഡയറിയുടെ രൂപത്തിൽ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞല്ലോ, ഡയറി എഴുതുമ്പോൾ ആഴ്ചയുടെ പേരും തീയതിയും എഴുതണം. ദിൻ ഔർ ദിനാങ്ക്. അതിനുശേഷം ഈ തന്നിരിക്കുന്ന വാചകങ്ങളെ ക്രമത്തിലാക്കി എഴുതണം. ഇതിൽ ഏത് വാചകമാണ് ആദ്യം എഴുതേണ്ടതെന്ന് നോക്കിയാലോ? ആജ് ജൽ മുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയേ. ഇന്ന് കുളക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു. അടുത്ത വാചകമോ? ബിലൗട്ടെ സെ ഡർക്കർ ചൂസെ ഘർ കെ അന്തർ ഘുസ് ഗയേ. പൂച്ചക്കുഞ്ഞിനെ പേടിച്ചാണ് കുളക്കോഴി കുഞ്ഞുങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറിയത്. ജൽമുർഗിയ ഷോർ മച്ചാത്തി രഹി ഥി. കുളക്കോഴികൾ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. മേനെ ചൂസോങ്കോ പകട്കർ ജൽ മുർഗിയോങ്കോ ദേ ദിയ. ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കുളക്കോഴികളെ ഏൽപ്പിച്ചു. ജൽ മുർഗിയോങ്കോ ഭി ഗിൻതി ആത്തി ഹെ. കുളക്കോഴികൾക്കും എണ്ണാനറിയാം. ജൽ മുർഗിയ നദി കി തരഫ് ദൗഡ് ഗയി. കുളക്കോഴികൾ നദിയുടെ നേരെ ഓടിപ്പോയി. കൂട്ടുകാരെ, 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡയറിയുടെ രൂപം ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യം തീയതിയും ആഴ്ചയും എഴുതുക. തന്നിരിക്കുന്ന വാചകങ്ങളെ ക്രമത്തിലാക്കി എഴുതുക. ഭംഗിക്ക് വേണമെങ്കിൽ ഒരു ഔട്ട്ലൈൻ കൂടി വരയ്ക്കാം കേട്ടോ. ഇനി വലിയ ക്ലാസ്സുകളിൽ ഡയറിയുടെ വിശദമായ രൂപം പഠിക്കാം. ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സുകളിൽ വരാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.